ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ച് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വരുന്നതിന് മുന്നേ ഒന്ന് പുറത്ത് നോക്കിയപ്പോൾ ഉണ്ട് നല്ല മഴച്ചാറ്റല്. ഇന്നത്തെ ദിവസം മഴയും കൂടി പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അമ്മയൊക്കെ വന്ന സമയത്ത് ഇവിടെ നല്ല മഴയായിരുന്നു. അമ്മയൊക്കെ മഴയും കൊണ്ടാണ് വന്നതെന്ന്. അപ്പൊ അതിന്റെ തലേ ദിവസവും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞാൽ ഈ വീടൊക്കെ ക്ലീൻ ചെയ്തതിന്റെ കാരണം നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുന്നോണ്ട് മാത്രമല്ല, ഞങ്ങള് അത് കഴിഞ്ഞിട്ടാണ് ട്രിപ്പൊക്കെ പോയത്, ഗുരുവായൂർക്ക് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വെക്കേഷൻ സമയത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും വീട് ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് പോകാറുള്ള കേട്ടോ. നമ്മൾ പോയിട്ട് വരുമ്പോ എന്തായാലും ഡസ്റ്റ് ആവും. പക്ഷെ എന്നാലും നമ്മൾ ഒട്ടും ക്ലീൻ ചെയ്യാതെ ഇട്ടിട്ടാണ് പോകുന്നതെങ്കിൽ തിരികെ വരുമ്പോ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വീട് ഫുള്ളായിട്ട് ഒന്ന് ഡീപ് ക്ലീനിങ് തന്നെ ചെയ്തിട്ടിട്ട് പോകാറുണ്ട്. യാത്രയൊക്കെ നേരത്തെയൊക്കെ പ്ലാൻ ചെയ്യുന്ന യാത്രകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ. ഇതിപ്പോ നമ്മൾ പെട്ടെന്നുള്ള യാത്രാ പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രത്തോളം ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. എന്നാലും മാക്സിമം എല്ലായിടവും ഒന്ന് അടിച്ചു തൂത്ത് വാരി ഇട്ടിട്ടൊക്കെയാണ് പോയത്. ഡസ്റ്റിംഗ് ചെയ്തിട്ടാണ് പോയത്. കാരണം നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് വീടിന്റെ തൊട്ടടുത്തന്നെ ഒരു ഗ്രൗണ്ട് ആണ് കേട്ടോ. അത് മാത്രമല്ല എപ്പോഴും ഈ ബ്രിഡ്ജ് വഴി വണ്ടികളൊക്കെ പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലോണം ഡസ്റ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുവേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ആമിക്കും എനിക്കും ഒക്കെ ഇപ്പോൾ ഡസ്റ്റ് അലർജി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് എപ്പോഴും വീട് മാക്സിമം ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഐശ്വര്യ നിരേഷാണ് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ വന്നിട്ടുള്ള കമന്റ് ആണ് ഇത്. ബാക്ക് ടു സ്കൂൾ റുട്ടീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടിപ്സ് പറഞ്ഞു തരണമെന്നും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ എങ്ങനെ എടുത്തെടുത്ത് വെക്കാം, ബാഗൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നു, അതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണ ചേച്ചി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ സ്കൂൾ തുറക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കുട്ടികളെക്കാളും അമ്മമാർക്കായിരിക്കും അല്ലെ ടെൻഷൻ. പ്രത്യേകിച്ച് തീരെ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ നല്ല ടെൻഷൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ ചാനലിൽ കുറെ കുഞ്ഞു മക്കളുള്ള അമ്മമാരുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെയൊക്കെ മക്കളെ സ്കൂളിൽ വിടാറായോ? സ്കൂളിൽ പോകുന്ന ഈ വർഷം ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന മക്കളുള്ള അമ്മമാർ ആരൊക്കെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കൂ, മറക്കരുത്. കാരണം ആദ്യമായിട്ട് മക്കളെ സ്കൂളിൽ വിടുമ്പോൾ നല്ല ടെൻഷൻ ആയിരിക്കുമല്ലോ. നമ്മള് അമ്മമാർക്കാണെങ്കിലും കുട്ടികളെക്കാളും ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ച ഒരാളാണ്. പ്രത്യേകിച്ച് ഇവിടെയും കൂടി ആയതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ടാമിയുടെ കാര്യത്തില്. കുഞ്ഞു മക്കള് ആരെങ്കിലും ഒക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അമ്മമാരൊന്ന് കമന്റ് ചെയ്തേക്കൂ. അപ്പൊ ഞാൻ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. അപ്പൊ മക്കളൊക്കെ നല്ലോണം പഠിച്ച് നല്ല മിടുക്കരായിട്ട് വരട്ടെ. അപ്പൊ സ്കൂളിൽ പോകുന്നത് കൊണ്ട് ചെറിയൊരു വിഷമമൊക്കെ നമുക്ക് വരുമല്ലേ. എനിക്ക് അങ്ങനെയായിരുന്നു. ചില അമ്മമാർ അങ്ങനെ ആയിരിക്കില്ല, നല്ല ബോൾഡ് ആയിരിക്കും. അവരെ പിരിഞ്ഞു നിൽക്കുന്നതിൽ വലിയ വിഷമമൊന്നും തോന്നത്തില്ല. അപ്പൊ എന്താണെങ്കിലും കമന്റ് ചെയ്തേക്കണേ, മറക്കരുത്. അപ്പൊ നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിടുന്നതിന് മുന്നേ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാം. ഇതിപ്പോ ഏകദേശം വലിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മള് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാമായിരിക്കും അങ്ങനെയുള്ള അമ്മമാർക്ക്. എന്നാലും പുതുതായിട്ട് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പഠനത്തെക്കാളും പ്രധാനമായിട്ട് പഠിപ്പിക്കേണ്ടത് നല്ല ശീലങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്വമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് സ്വന്തം സാധനങ്ങൾ ക്രമമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശീലം, അത് നമ്മൾ കുഞ്ഞിലെ മുതലേ കുട്ടികളെ പഠിപ്പിക്കാട്ടോ. അപ്പോൾ ചില കുട്ടികൾ അത് പറഞ്ഞാൽ അനുസരിക്കില്ല, ചില കുട്ടികൾ പെട്ടെന്ന് പറയുന്നതൊക്കെ അനുസരിക്കും, ചില കുട്ടികൾ തുടക്കത്തിലെല്ലാം പറയുന്നത് കേൾക്കും. സ്കൂളിലൊക്കെ പോകുന്ന സമയമാകുമ്പോഴായിരിക്കും ഒരു വികൃതിയൊക്കെ കാണിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ തീരെ കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് വളരെ ലളിതമായിട്ട് വേണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ സ്കൂളിൽ വിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂൾ ബാഗ് എങ്ങനെ അടുക്കി വെക്കാം എന്നുള്ളതാണ്. അപ്പോ കുട്ടികൾക്ക് നാളത്തേക്ക് വേണ്ടുന്ന പുസ്തകങ്ങളും അതുപോലെ തന്നെ നോട്ട്ബുക്കുകൾ ഇതെല്ലാം ടൈം ടേബിൾ നോക്കിയിട്ട് വേണം നമ്മൾ എടുത്തു വെക്കാനായിട്ട്. അപ്പൊ നമ്മള് കൊച്ചു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മമാര് ഹെൽപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ അവരോട് സ്വയം എടുത്തു വെക്കാനായിട്ട് പറയുക. പിന്നെ തീരെ കുഞ്ഞും അല്ല എന്നാൽ ഒരുപാട് വലിയ കുട്ടികളും അല്ല, ഇടയിൽ ഇപ്പൊ ആമിയുടെ ഒക്കെ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് വെക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അവരൊന്ന് ഉറങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പേന, പെൻസിൽ, റബ്ബർ, ഷാർപ്നർ ഇതെല്ലാം
ഒരേ സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുക. അതായത് ഒരേ പൗച്ചില്. ഇത് പലതും പല സ്ഥലങ്ങളിലാക്കി വെച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കും പാടായിരിക്കും, നമുക്കാണെങ്കിലും നോക്കി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിൽ നല്ലപോലെ കഴുകിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാട്ടോ. കാരണം സ്കൂളിൽ പോകുന്നതിന്റെ തലേ ദിവസം നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഞാൻ അങ്ങനെയാണ് ആമിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളിപ്പോ സ്കൂളിൽ പോകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ലഞ്ച് കൊടുത്തു വിടാൻ കാണുമല്ലോ, ലഞ്ച് ടിഫിൻ ബോക്സ് എല്ലാം കാണുമല്ലേ. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരത്തെ കൂട്ടി എടുത്ത് കഴുകി ഒരു സ്ഥലത്ത് തന്നെ അടുക്കി വെക്കുക. പ്രത്യേകിച്ച് അവരുടെ ഒരു സ്റ്റഡി ടേബിളിന്റെ അവിടെ കൊണ്ടുവച്ചാല് നമുക്ക് ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കിച്ചണില് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് കൗണ്ടർ ടോപ്പിലൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഡെയിലി ബാഗ് ചെക്ക് ചെയ്യുക. അവരുടെ ബാഗിൽ പഴയ സാധനങ്ങൾ എന്തെങ്കിലും കിടപ്പുണ്ടോ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാഗ് ചിലപ്പോൾ വെക്കേഷനെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ നോക്കുന്നതല്ലേ. ചില കുട്ടികൾക്കാണെങ്കിൽ പുതിയ ബാഗായിരിക്കും മേടിക്കുന്നത്. നമുക്കിവിടെ ആമിയുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് ബുക്സും ബാഗും എല്ലാം തരും. നമ്മൾ അതിന് പ്രത്യേക ഫീസാണ് കെട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ബാഗുകളാണ് ഓരോ വർഷവും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ ബാഗുകൾ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ബാഗിൽ പഴയ സാധനങ്ങൾ കിടപ്പുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ സ്കൂൾ തുറക്കുന്നതിന് 2-3 ദിവസം മുന്നേ എങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങള് കൃത്യമായിട്ട് ക്രമപ്പെടുത്താനായിട്ടും മക്കളെ പഠിപ്പിക്കുക കേട്ടോ. പുസ്തകങ്ങൾ ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഓരോ ടെക്സ്റ്റ് ബുക്കും അതിന്റെ നോട്ട്ബുക്കും അതിന്റെ റഫ് നോട്ടും അങ്ങനെ തരംതിരിച്ച് വെക്കാനായിട്ട് പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഏത് സാധനമാണെങ്കിലും പഠനശേഷം എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് അവരെ കൊണ്ട് നിർബന്ധമായിട്ടും പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ മുതിർന്നവർ പോലും എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കാത്തൊരു ശീലം ഉണ്ടാവും അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ശീലങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഏത് സാധനം എടുത്താലും എടുത്തെടുത്ത് വെക്കണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ വലിച്ചു വാരി ടേബിളിൽ കൊണ്ടുവന്ന് ഇടാതെ, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്തോ അല്ലെങ്കിൽ സോഫയിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലോ കണ്ടെടുത്തൊക്കെ കൊണ്ടുവയ്ക്കുമല്ലേ. കുട്ടികൾ അത് ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മൾ അമ്മമാരെ അവരെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരൊന്ന് മാറ്റുക. വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവരെ കൊണ്ട് തന്നെ അതൊക്കെ ചെയ്യിപ്പിക്കുക. പിന്നെ എപ്പോഴും കുട്ടികൾക്ക് ബുക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷെൽഫോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മേശയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഓൾറെഡി ആമിക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. അത് കഴിഞ്ഞ വർഷം മേടിച്ചതാണ് ശരവണ സ്റ്റോറിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ ഒരു ബുക്ക് ഷെൽഫും ഉണ്ട്. ഇപ്പൊ എല്ലാ സാധനങ്ങളും ഓൺലൈനിലും ഷോപ്പിലും ഒക്കെ കിട്ടുന്നുണ്ട്. പല മോഡലിലുള്ളതും ഒക്കെ കിട്ടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പുതിയതൊന്നും മേടിക്കേണ്ട കാര്യമില്ല. പഴയത് തന്നെ റീയൂസ് ചെയ്താൽ മതി. ഞങ്ങൾ ഇത്തവണ ഒന്നും തന്നെ പുതിയത് മേടിക്കുന്നില്ല കേട്ടോ. ടേബിളോ ബുക്ക് ഷെൽഫോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ എടുത്ത സാധനങ്ങൾ അതാത് സ്ഥാനത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ശിക്ഷകളൊക്കെ കൊടുക്കാം കേട്ടോ. വലിയ ശിക്ഷകളൊന്നും അല്ല, ചെറിയൊരു വഴക്ക് പറയുന്നതോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പണിഷ്മെന്റുകൾ അവർക്ക് കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അവര് പതിയെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരും. എന്ന് കരുതിയിട്ട് അവർ ഒരു സാധനം എടുത്തെടുത്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടിക്കാനും വഴക്ക് പറയാനും ബഹളം വെക്കാനും ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ രീതിയിൽ അവർക്ക് ചെറിയ പണിഷ്മെന്റ് കൊടുക്കുക, വലിയ കുട്ടികളാണെങ്കിൽ മാത്രം. അപ്പൊ അങ്ങനെ ഒരു ശീലം അവരുടെ ജീവിതത്തിൽ ഇപ്പോഴേ നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ വലുതായി കഴിയുമ്പോഴും അവരുടെ ലൈഫിൽ നല്ലൊരു അടുക്കും ചിട്ടയും ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂൾ ബാഗ് രാത്രി തന്നെ റെഡിയാക്കി വെക്കണം. കാരണം രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ 5-10 മിനിറ്റ് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ എടുത്ത് വെച്ച് അവരുടെ യൂണിഫോം എടുത്ത് വെച്ച് എല്ലാം എടുത്ത് വെക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തലേ ദിവസം രാത്രി തന്നെ ഹോംവർക്ക് എല്ലാം ഫിനിഷ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ അവരുടെ ബാഗ് എല്ലാം ടൈം ടേബിൾ പ്രകാരം പുസ്തകങ്ങൾ അടുക്കി വെക്കാനായിട്ട് ശീലിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അവരുടെ യൂണിഫോം അയൺ ചെയ്യാനുള്ള യൂണിഫോം ഉണ്ടെങ്കിൽ അയൺ ചെയ്ത് വെക്കുക. ഞാൻ എപ്പോഴും സോക്സ്, അതുപോലെ തന്നെ അവളുടെ യൂണിഫോം, സ്കൂൾ ബാഗ്, അതുപോലെ അവളുടെ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ഇത്രയും സാധനങ്ങൾ, പിന്നെ ബാഡ്ജ്, പിന്നെ അതുപോലെ തന്നെ ID കാർഡ്. ഇതൊക്കെ ഓരോ സ്കൂളിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി എടുക്കാൻ പാകത്തിന് നമ്മൾ കാണുന്ന രീതിയിൽ കൊണ്ടുവന്ന് സോഫയമേലോ അല്ലെങ്കിൽ ടേബിൾ മേലോ എവിടെയെങ്കിലും കൊണ്ടുവന്നൊന്ന് സെറ്റ് ചെയ്ത് വെക്കാട്ടോ. രാവിലെ നമുക്ക് ഇങ്ങനെ ധൃതി പിടിച്ച് കിടന്ന് ഓടി പടച്ച് നമുക്ക് എല്ലാ ജോലിയും കൂടി ചെയ്യാൻ നമുക്കും പറ്റില്ല. മക്കൾക്കാണെങ്കിലും നല്ലപോലെ ടെൻഷൻ ആവും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ. അപ്പൊ അതൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വന്നതിന് ശേഷം അവർ യൂണിഫോം അഴിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ വാഷ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഒന്ന് മാറ്റിയിട്ടിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ തന്നെ വാഷ് ചെയ്തെടുക്കുകയോ ചെയ്യുക. ഇല്ലെങ്കിൽ അലക്കാനുള്ള ബാഗിൽ കൊണ്ടുപോയി ഇടുക. മാക്സിമം അന്നോട് തന്നെ യൂണിഫോം വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും വൃത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് അയൺ ചെയ്യാനുള്ള യൂണിഫോം ആണെങ്കിൽ അയൺ ചെയ്ത് കൈയോടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ
എപ്പോഴും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കിക്കേണ്ട ഒരു കാര്യം, വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ലഞ്ച് ബോക്സും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ കഴിയിക്കുക. തീരെ കുഞ്ഞു മക്കളാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, നമ്മൾ തന്നെ ചെയ്താൽ മതി. വലിയ കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ കൊണ്ട് ചെയ്യിക്കുക. കഴിഞ്ഞ വർഷം മുതൽ ആമിയെ കൊണ്ട് ഞാൻ ആ ഒരു ശീലം പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി അവൾ കഴുകി വെച്ചതിന് ശേഷം ഞാനും കൂടി പോയിട്ട് നോക്കാറുണ്ട് കേട്ടോ, ഇതുപോലെ വൃത്തിയായിട്ടാണോ കഴുകിയത്. വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഒന്നും കൂടി എടുത്ത് കഴുകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ എല്ലാവരെയും ഒരേ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശീലങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുന്നതിന് മുന്നേ അവരുടെ രീതി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ആമിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ, വാൾ സ്റ്റിക്കർ 2 വർഷം മുന്നേ തന്നെ, ആമി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴേ ഞാൻ നമ്മുടെ ഈ ഒരു ചുവരില് ഹാളില് അവളുടെ സ്റ്റഡി ടേബിൾ ഇരിക്കുന്നതിന്റെ അവിടെ തന്നെ ചുവരിൽ ഞാൻ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവൾ ഓരോ തവണ അത് കാണുമ്പോഴും പറയും ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, രാവിലെ എഴുന്നേൽക്കണം, അതുപോലെ പല്ല് തേക്കണം, പിന്നെ കുളിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങള് അവള് കൊച്ചിലെ തൊട്ടേ അവള് ശീലിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വാൾ സ്റ്റിക്കർ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഫോണിലോ ടിവിയിലോ ഒക്കെ ഒന്ന് കാർട്ടൂൺ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരെ കാണിച്ച് കൊച്ചിലെ അവരെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക കേട്ടോ. അപ്പൊ ഗുഡ് ഹാബിറ്റ്സ് മക്കളെ നമുക്ക് പല രീതിയിലും പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെറിയൊരു റൂൾ ബുക്ക് പോലെ അല്ലെങ്കിൽ ഒരു റൂളൊക്കെ ഒന്ന് പേപ്പറിൽ എഴുതി കൊടുക്കാം. ഞാൻ തന്നെ ഇന്ന് എന്റെ ബാഗ് ഒരുക്കും, എന്റെ മേശ ഞാൻ വൃത്തിയാക്കും, ഞാൻ ഇന്ന് എടുത്ത സാധനം തിരിച്ചു വെക്കും, നാളത്തേക്ക് വേണ്ടത് ഞാൻ ഇന്ന് തന്നെ റെഡിയാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ അവരുടെ കയ്യിൽ ഒരു ബുക്ക്ലെറ്റ് പോലെ എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി കൊടുക്കുകയോ ചെയ്തിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ടിക്ക് ചെയ്ത് പോകാനായിട്ട് പറയുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഗെയിം പോലെ അങ്ങനെ ആവുകയും അവർ ലൈഫ് ലോങ് അത് ഫോളോ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഞാനിതിൽ വിട്ടുപോയിട്ടുള്ള കുറെ പോയിന്റ്സുകൾ ഉണ്ടെന്നറിയാം, അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മറക്കാതെ ഫില്ല് ചെയ്തേക്ക് കേട്ടോ. പിന്നെ തീരെ കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ സപ്പോർട്ട് വേണം. പിന്നെ നമ്മളും ആവശ്യമില്ലാതെ പാനിക് ആവുകയോ ടെൻഷൻ അടിക്കുകയോ സ്ട്രെസ് എടുക്കുകയോ ഒന്നും ചെയ്യണ്ട. മറ്റുള്ളവരുടെ കുട്ടികൾ എല്ലാം കൃത്യമായി ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ മക്കൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു അനാവശ്യമായ കമ്പാരിസൺ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ സംയമനം പാലിക്കേണ്ടത് നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്, പ്രത്യേകിച്ച് അമ്മമാരാണ്. മറ്റുള്ള കുട്ടികൾ ഓരോന്ന് ചെയ്യുന്നത് കണ്ടിട്ട് എന്റെ മക്കൾക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളൊരു കുറ്റബോധമോ അങ്ങനെ ഒന്നും വേണ്ട. പതിയെ നമ്മുടെ മക്കളെയും ഓരോ ശീലങ്ങൾ പഠിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ കുറച്ചും കൂടി വലിയ മക്കളാണെങ്കിൽ പോലും അവരും ചിലപ്പോ ഇതൊന്നും ഫോളോ ചെയ്യാത്തവരായിരിക്കും. ആമി പോലും പല കാര്യങ്ങളും ഞാൻ പറയുന്നതൊന്നും അതുപോലെ കേൾക്കത്തില്ല. അപ്പം ഞാൻ അവളെ ഫ്രീ ആയിട്ട് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അവൾ എപ്പോഴെങ്കിലും ഫോളോ ചെയ്യുമ്പോൾ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. ഇപ്പോഴും ഹോംവർക്ക് എഴുതുമ്പോൾ ഞാൻ കൂടെ ഇരുന്നാലേ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് തനിയെ എഴുതുമായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഞാൻ കൂടെ ഇരുന്നാലേ ചെയ്യുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ വാശിയും പിണക്കവും ഒക്കെ ആമിക്കും ഉണ്ട് കേട്ടോ. അപ്പൊ ഓരോ കുട്ടികളും വ്യത്യസ്തരായ കാരണം കൊണ്ട് തന്നെ നമ്മൾ മക്കളുടെ മാനസികാവസ്ഥ ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരിക്കാം. നമ്മൾ ഈ പറഞ്ഞതിനേക്കാൾ ഉപരി കുറെ അധികം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചാലേ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുകയുള്ളൂ. അപ്പൊ മറക്കരുത് കമന്റ്സ് തരാനായിട്ട്. ഒരുപാട് പേർക്ക് ഇപ്പൊ കമന്റ്സ് തരാൻ നല്ല മടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് തരാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. നിങ്ങൾ ലൈക്ക് തന്നാലല്ലേ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ആണ് നിങ്ങളുടെ വിലയേറിയ കമന്റ്സും അതുപോലെ തന്നെ ലൈക്കും ഒക്കെ. പിന്നെ ഇടയിലൊരു വ്ലോഗില് എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാമിയുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയാണെന്ന്. അപ്പൊ ആമിയുടെ സ്കൂളില് അവർക്ക് pre-KG മുതൽ ഫസ്റ്റ് പഠിപ്പിക്കുന്നത് തന്നെ കേഴ്സീവ് ലെറ്ററിൽ എഴുതാനാണ് കേട്ടോ. അപ്പൊ കേഴ്സീവ് ലെറ്ററിൽ മാത്രമേ അവർക്ക് എഴുതാൻ പാടുള്ളൂ. പിന്നെ ഇത് റീസെന്റ് ആയിട്ട് എടുത്തുള്ള ഒരു വ്ലോഗാണ് കേട്ടോ. നമ്മളിടയിൽ ഒരു ദിവസം മാളിൽ പോയിട്ടുണ്ടായിരുന്നു, നെക്സസ് വിജയ മാളിലാണ് പോയത്. അപ്പൊ അവിടെ പോയപ്പോ കുറെ നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു കേട്ടോ, ബെല്ല വീറ്റയുടെ പെർഫ്യൂം മേടിക്കണോന്നുള്ളത്. അപ്പം അങ്ങനെ അതൊന്നൊന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ദൃശ്യം 3 കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മൾ രാവിലത്തെ ഷോയ്ക്കാണ് പോയത്. അപ്പൊ എനിക്കാണെങ്കിൽ സിനിമ ഭയങ്കര സ്ലോ ആയിട്ട് തോന്നി. ക്ലൈമാക്സ് ഒക്കെ നല്ലതായിട്ടുണ്ട്. അപ്പൊ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ ദൃശ്യം എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് കമന്റ് ചെയ്തേക്കും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ മറക്കരുത്. പിന്നെ ഇത് നമ്മൾ മേടിച്ചിട്ടുള്ള പെർഫ്യൂം ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഓഫറിനാണ് ഇത് മേടിച്ചേക്കുന്നത്. 2 വരുന്ന സെറ്റ് നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 650 രൂപയ്ക്കാണെങ്കിൽ ഒരു സെറ്റും
698, അതായത് 700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 700 698 ഇതിന്റെ 2 സെറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെന്തോ ഓഫർ ആണെന്ന് പറഞ്ഞു. ഇത് മാംഗോയുടെ സ്മെല്ല് വരുന്നതുകൊണ്ട്, പിന്നെ പിസ്താഷ്യോ ഉണ്ട്, വാനില ഉണ്ട്. ഇത് മൂന്നും എന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് മാംഗോ അത്ര ഇഷ്ടമല്ല, പക്ഷെ ഈ പെർഫ്യൂം എല്ലാം മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്. അപ്പൊ എനിക്ക് ഇതില് പിസ്താഷ്യോയും വാനിലയാണ് എന്റെ ഫേവറേറ്റ്. അപ്പൊ ഇത് രണ്ടും ഞാനും ആമിയും യൂസ് ചെയ്യും കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറച്ച് പെർഫ്യൂമിനോട് ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ക്രേസ് കാണുമല്ലോ. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഇയർ റിംഗ്സിനോടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ബ്രേസ്ലെറ്റിനോടായി. ഇപ്പൊ റീസെന്റ് അഡിക്ഷൻ വന്നിരിക്കുന്നത് പെർഫ്യൂമിനോടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഈ ഒരു സെറ്റ്, ഇത് 2 വരുന്ന ഒരു കോംബോ ഓഫറിന് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ ഞാനത് യൂസ് ചെയ്തായിരുന്നു. അപ്പൊ നല്ല സ്മെല്ല് ആണ്, പിന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഒരുപാട് അങ്ങനെ വലിയ അങ്ങനെ നമുക്ക് ഓവർ ആയിട്ടുള്ളൊരു സ്മെല്ലൊന്നും അല്ല, മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ ഇത് ഈ ഒരു സംഭവം, ഇത് 1200 ആണെന്നാണ് എന്റെ ഓർമ്മ. റേറ്റ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ലേ. അപ്പൊ ഇതും 3 വരുന്നൊരു സെറ്റാണ്. അപ്പൊ ഇതിനകത്ത് ഉള്ളതും നല്ല മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. ഇതെനിക്ക് 3 ഫ്ലേവറും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നേ. അപ്പോൾ എനിക്കും മേടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹസ്ബൻഡിനും മേടിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് റോയൽ എഡിഷൻ്റെതാണ് എടുത്തേക്കുന്നത്. അതില് CEO എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫസ്റ്റ് ഇരിക്കുന്ന പെർഫ്യൂം ഉണ്ട്, അത് നല്ല സ്മെല്ലാണ് കേട്ടോ. മറ്റത് രണ്ടും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് CEOയുടേതാണ്. അത് മെൻസിൻ്റെതാണ്, മറ്റത് ലേഡീസിനുള്ളതാണ്. പിന്നെ ഇത് ഈ ചെറിയ ബോക്സിൽ വരുന്നത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ചെറിയ സ്ലിംഗ് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാം. ഞാൻ എപ്പോഴും എന്റെ ബാഗിനകത്ത് ഒരു ചെറിയൊരു പെർഫ്യൂം എടുത്തിട്ടേക്ക്, കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ സ്വെറ്റിംഗ് ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു ബോട്ടില്, ചെറിയൊരു ബോട്ടിൽ പെർഫ്യൂം എപ്പോഴും എന്റെ അടുത്ത് വെച്ചേക്കാറുണ്ട്. പിന്നെ ഞാൻ എന്റെ ഗുരുവായൂരിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാമേ. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ജയപതാക എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ ധൂപ് സ്റ്റിക്ക് മേടിച്ചിരുന്നത്. ഇതാണ് കേട്ടോ, 4 ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആ ഒരു ചന്ദന കളറിൽ ഇരിക്കുന്നത് ചന്ദനത്തിന്റെ ഫ്ലേവറും, മറ്റേത് 3 പലതും പല ഫ്ലേവറുകളാണ്. അപ്പൊ അതെനിക്ക് എങ്ങനെയാണ് പറയേണ്ടത് അറിയത്തില്ല കേട്ടോ. അപ്പൊ നല്ല സ്മെല്ലാണ്, കുറെ നേരം ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ ഈ ഒരു സ്മെല്ല്. പിന്നെ ലാവണ്ടർ, റോസ്, സാൻഡൽ, ജഗൽ, ഇത്രയാണ് കേട്ടോ ഉള്ളത്. ആ ബോക്സിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ട്, ഇത് നമ്മൾ വിഷ്ണുമായ ക്ഷേത്രത്തിൽ അന്ന് കയറി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ചെറിയൊരു സംഭവം കാറിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്, പക്ഷെ ഞാനിപ്പോ പൂജാ റൂമിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ മഞ്ചാടി ഇട്ട് വെച്ചേക്കുന്ന കുഞ്ഞു കൃഷ്ണനെ കണ്ട, അതാണ് ഞാൻ ഗുരുവായൂരിൽ മേടിച്ചിട്ടുള്ളത്. അത് 100 രൂപയാണ് റേറ്റ്. പിന്നെ നമുക്ക് ജയപതാക സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൃഷ്ണന്റെ രാധയുടെ ഒരു ഫോട്ടോ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അറിഞ്ഞില്ല, വീട്ടിൽ വന്ന് എല്ലാം അൺബോക്സിങ് ചെയ്തപ്പോഴാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ധൂപ് സ്റ്റിക്കിന്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോട്ട് തന്നിട്ടുണ്ട്. പിന്നെ അത് ക്ലേയിലുള്ളതാണ്. പിന്നെ ഇത് വന്നിട്ട് ഹരിചന്ദനവും അതുപോലെ തന്നെ ഗോപി ചന്ദനമാണ്. അപ്പൊ ആദ്യം കാണിച്ചത് ഗോപി ചന്ദനമാണ്, മറ്റേത് ഹരിചന്ദനാണ് കേട്ടോ. അപ്പൊ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അവിടെ വരുന്ന എല്ലാവരും ഇത് മെയിനായിട്ട് മേടിക്കുന്നുണ്ട്. നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ ജയപതാക സ്റ്റോറിൽ കയറുവാണെങ്കിൽ മറക്കാതെ മേടിച്ചു വെച്ചോളൂ. അപ്പൊ നല്ല മണമാണ് കേട്ടോ, ജവ്വാദ് പൗഡറൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് പുരി ജഗന്നാഥ ടെമ്പിളിലെ അവിടത്തെ ഇതാണ് കേട്ടോ, ചെറിയൊരു ക്രിസ്റ്റലിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അതും കൂടി മേടിച്ചിട്ടുണ്ട്. പിന്നെ 2-3 ബുക്സ് മേടിച്ചിട്ടുണ്ട്. ദേവി മഹാത്മ്യം, വിഷ്ണു സഹസ്രനാമം ഞാൻ ഓൾറെഡി 2 വർഷം മുന്നേ നാട്ടിൽ പോയപ്പോൾ, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, നാട്ടിൽ പോയപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് മേടിച്ചതാണ്. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന്. ഗീതാ ഗോവിന്ദം ഇത്തവണ ഞാൻ ഗുരുവായൂരിൽ നിന്ന് എടുത്താണ്. ഹരിനാമ കീർത്തനം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഡെയിലി പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ഹരിനാമ കീർത്തനം ചൊല്ലാറുണ്ട്. മുന്നേ ഞാൻ കഴിഞ്ഞ വർഷം കൂടുതലായിട്ടും ലളിതാ സഹസ്രനാമമാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കുറെ ആയി ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട്. അപ്പൊ ഞാൻ ഈ ബുക്സ് ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് ആമിക്കും കൂടി ഒരു ബുക്ക് കൊണ്ടുവന്നിട്ട് കിങ് മഹാബലിയുടെ ഒരു ബുക്ക് എടുത്തതാണ് കേട്ടോ. അത് ഫുൾ കഥയും ഒക്കെ വായിച്ച് ഞാൻ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡെയിലി ബുക്കൊക്കെ വായിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ ഇത് വേറൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മള് സ്കൈ വൺ മാളിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇവിടെ കേരള കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അത് റീസെന്റ് ആയിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇവിടെ നല്ല റിവ്യൂ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പൊ നമ്മൾ ഒരാവശ്യമായിട്ട് വന്നിട്ട് ഇവിടേക്ക് കയറിയതാണ്.
അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ചട്ടിച്ചോറും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബീഫ് പൊതിച്ചോറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഭക്ഷണം. ഹസ്ബൻഡിനും അതെ, നല്ല ഭക്ഷണം, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഭക്ഷണമാണ്. ഒരുപാട് അങ്ങനെ ഭയങ്കര ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടുള്ളതൊന്നും അല്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഈ ഭാഗത്ത് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ സ്കൈവൺ മാളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അടുത്തും ചോദിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാലും മതി. പിന്നെ ഒരു ചെറിയൊരു ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും കൂടി കഴിച്ചിട്ടാണ് വന്നത് അവിടെ നിന്ന്. പിന്നെ ഇത് അന്ന് തന്നെ വൈകുന്നേരം ഞങ്ങളൊന്ന് സ്പെൻസർ മാൾ വരെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ എനിക്കാണെങ്കിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടി നോക്കാനാണ് വന്നത്, എടുക്കാനല്ല വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും മൈക്ക് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പുതിയ മൈക്കിലാണ്. അപ്പൊ മൈക്ക് മേടിക്കണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പൊ എന്തായാലും തൽക്കാലം എനിക്കൊരു മൈക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഓൺലൈനിലാണ് മൈക്ക് മേടിക്കുന്നത്, പക്ഷേ എനിക്ക് എപ്പോ മൈക്ക് ഓൺലൈനിൽ മേടിച്ചാലും പണി കിട്ടാറുണ്ട്. പിന്നെ ഞാൻ എപ്പോൾ ഇവിടെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമ്പോഴും നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ, ഈ ക്രിക്കറ്റ് കളിക്കാൻ. അപ്പൊ എനിക്ക് വോയിസ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മിക്കവാറും രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്നൊക്കെയാണ് വോയിസ് കൊടുക്കുന്നത്. അതെനിക്ക് വലിയ ബുദ്ധിമുട്ടായി. ഇപ്പൊ ഉറക്കം ശരിയാകാതെ വന്നപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞാൻ പുതിയൊരു മൈക്ക് മേടിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വരുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ അതിരടി ഫിലിം കാണാൻ വേണ്ടി കയറി. അത് ഞങ്ങൾ ഗുരുവായൂർ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ സിനിമ റിലീസ് ആയത് കേട്ടോ. അപ്പൊ നല്ല സിനിമയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ചിരിച്ചു, അതുപോലെ കരഞ്ഞു. പിന്നെ നമ്മുടെ സ്ഥിരം മോട്ടിവേഷൻ ആണ് ഈ സിനിമ. മോട്ടിവേഷനൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടില്ലെന്ന് കമന്റ് ചെയ്തേക്ക്. കാണാത്തവരാണെങ്കിൽ ചെന്നൈയിൽ ഇപ്പോഴും ഈ സിനിമ ഓടുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കണ്ടു നോക്കണേ, നല്ല സിനിമയാണ്. പിന്നെ നമ്മുടെ മൈക്ക് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്നാണ് ഞാൻ എന്റെ ട്രൈപോഡിന്റെ ആ ഒരു ഫോൺ വെക്കുന്ന സെറ്റപ്പ് അതിങ്ങനെ ഒടിഞ്ഞു പോയപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചത് ഈ ഒരു ഷോപ്പിൽ നിന്ന്. ഞാനൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ ഈ ഓൺലൈനിൽ നിന്ന് ഓരോ സാധനങ്ങൾ മേടിക്കാൻ നല്ല ടെൻഷനാണ്. കാരണം മിക്ക സാധനങ്ങളും മേടിച്ച് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ അത് നശിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ടാണ് മേടിക്കുന്നത്. നമ്മുടെ ഇവിടെ സ്പെൻസർ മാളിൽ പോയാൽ ഈ വ്ളോഗ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അതില് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പ് ഇതാണ്. അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ വാറന്റി കാർഡൊക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസീവർ ആണ് ആദ്യം വെക്കേണ്ടത്. അപ്പോൾ വെക്കുമ്പോൾ തന്നെ ബ്ലൂടൂത്ത് ഓൺ ആവും. പിന്നെ അതുപോലെ തന്നെ 2 മൈക്കാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ 1800 രൂപയാണ് റേറ്റ്. ഇതെന്തായാലും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിലാണ് കേട്ടോ. അപ്പൊ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തേക്ക് കേട്ടോ, മറക്കരുത്. നമുക്കിപ്പോ ബാക്ക്ഗ്രൗണ്ട് നോയിസ് മാക്സിമം കുറയ്ക്കുന്ന രീതിയിലുള്ള മൈക്കാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഇപ്പോഴത്തെ നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന ഒരു മൈക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുന്നേ ഞാൻ മൈക്ക് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും മൈക്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു കേട്ടോ. അത് വെറുതെ എടുത്ത് കളയുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഫോണിൽ നോക്കി സംസാരിക്കുകയാണ്. അപ്പൊ എനിക്ക് കണ്ണിനും നല്ല സ്ട്രെയിൻ ആണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഏറെ നാളത്തെ എന്റെ ആ ഒരു ആഗ്രഹം കൂടി സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കും. പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.